ഇന്ന് എൻ്റെ സബ്ജക്റ്റ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല. 9 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യാൻ പാടില്ല. നമുക്ക് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളെക്കാൾ ഒരുപക്ഷെ ചെയ്യരുതാത്ത കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൂടുതലാണ്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ബട്ട് ഒരു നേരം അല്ല, ഈ നിമിഷം തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറയണമെങ്കിൽ ഒരു ടീസ്പൂൺ മണ്ണെണ്ണ നമ്മുടെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. 9 കാര്യങ്ങൾ, കാർഡിനൽ റൂൾസ് എന്നാണ് വിന്നിംഗ് ടീം ഇതിനെ പറയുന്നത്. കാർഡിനൽ റൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ലാത്ത നിയമങ്ങളെയാണ് കാർഡിനൽ റൂൾസ് എന്ന് പറയുന്നത്. കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങൾ പോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാർഡിനൽ റൂൾ. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ഡു നോട്ട് ഹർട്ട് എനിബഡീസ് ഈഗോ. നമുക്ക് എല്ലാവർക്കും ഇത് പ്രത്യേകിച്ച് ഒരു പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്. പല കുടുംബങ്ങളിൽ ജനിച്ച, പല അച്ഛനമ്മമാരുടെ മക്കളായിട്ട് വരുന്ന, പല എക്സ്പീരിയൻസുകളുമായിട്ട് വരുന്ന നിരവധി വ്യക്തികളാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. മനുഷ്യന് പ്രധാനമായിട്ടും വികാരങ്ങളെക്കാൾ വിചാരങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടാവേണ്ടത് നമ്മൾ പറയുമെങ്കിൽ പോലും ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വികാര ജീവികളാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ ഇമോഷൻസ് ആണ് നമ്മളെ മുന്നിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ നമ്മളെ കൊച്ചാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ സമയത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപക്ഷെ നമുക്ക് വളരെയധികം വിഷമം ക്രിയേറ്റ് ചെയ്യാൻ അത് കാരണമായിട്ട് തീരുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഒരു 4-5 ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മളൊരു പക്ഷേ ആക്കി സംസാരിക്കുക എന്ന് പറയും. എന്താണ് ഈ ആക്കി സംസാരിക്കല്? ഒരു വ്യക്തിയെ കോർണർ ചെയ്ത് അദ്ദേഹത്തിനെ നമ്മൾ കളിയാക്കുന്ന രീതി. ചിലപ്പോൾ നമ്മൾ പറയും, ഇത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, പ്രത്യേകിച്ച് ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഉദ്ദേശിച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല എന്ന് പറയുമെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കേൾക്കുന്ന വ്യക്തിക്ക്, പ്രത്യേകിച്ചും അത് പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ ഇമോഷൻ നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിലും ഇവരൊക്കെ ഏത് സമയത്തും തരം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനെ ആസാക്കുന്ന വ്യക്തികളാണ് എന്നുള്ള തരത്തിലേക്ക് അവർ ചിന്തിക്കാനും അവരുടെ ഇമോഷൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം നമ്മുടെ ഈ ബിസിനസ്സിനെതിരായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ബിസിനസ്സിൽ നിന്ന് പോകുന്ന വ്യക്തികളെല്ലാവരും തന്നെ ഒരിക്കലും അവർ ഈ വെസ്റ്റീജ് ഇഷ്ടമല്ലാതെ അല്ല പോകുന്നത്. മിക്കവാറും കേസുകളിൽ അവർക്ക് ഇവിടെയുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഓർമ്മകൾ, ചില മെമ്മറീസ് അല്ലെങ്കിൽ ചില എക്സ്പീരിയൻസുകൾ മോശമായതിന്റെ പുറത്താണ് പോകുന്നത്. സോ നമ്മളുടെ ഉത്തരവാദിത്വമാണ് ആസ് എ വിന്നിംഗ് ടീം സെർവർ. നമ്മളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്ന വ്യക്തികളാണ്. സോ മറ്റൊരു വ്യക്തിയുടെ ഇമോഷനെ നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കാം, ഇപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, അപ്പോൾ അദ്ദേഹം സപ്പോസ് ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്നു, വൈകി വരികയാണ്. അപ്പോൾ നമ്മൾ അവരെ വരുന്ന സമയത്ത് തന്നെ ചോദിക്കുകയാണ്, എന്താ മനുഷ്യ നിങ്ങൾ ഇത്ര നേരം വൈകി, സമയം പറഞ്ഞാൽ സമയമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വ്യക്തിയെ മേ ബി നമ്മൾ ആ വ്യക്തിയെ ഗുണദോഷിക്കുന്ന സമയത്ത്, നമ്മളുടെ ഭാഷ അതായിരിക്കുമല്ലോ, ഗുണദോഷിക്കുന്ന സമയത്ത്, ആ വ്യക്തി നന്നാവാൻ വേണ്ടി ഗുണദോഷിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവോ, ഞാൻ വന്നിട്ട് എന്നെ വരുന്ന സമയത്ത് തന്നെ ഞാനിവിടെ എത്ര കഷ്ടപ്പെട്ട എത്തിയെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് മനസ്സിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും എന്ത് വിഷയത്തിനെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കാം. ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഈഗോനെ ഹേർട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ആ വ്യക്തിയുടെ മനസ്സിനെ ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ നമുക്ക് എന്തുകൊണ്ട് അവരെ ഇൻസ്പയർ ചെയ്തുകൂടാ. അപ്പോൾ നമ്മളെപ്പോഴും എന്തിൽ എക്സ്പെർട്ടായിട്ട് മാറണം? ഒരു വ്യക്തിയെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നതിൽ എക്സ്പെർട്ടായിട്ട് മാറുക. അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മൾ എക്സ്പെർട്ട് ആയിട്ട് മാറരുത്. ഒരു വ്യക്തിയിൽ കണ്ടെത്തുക എന്താണ് അവരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഈഗോ, പോസിറ്റീവ് ആയിട്ടുള്ള ഈഗോ എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ്ങിൽ നമ്മൾ പറയുന്ന ആ ഈഗോ അല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഒരു പോസിറ്റീവ് ലെവലിലുള്ള അവരുടെ ഇമോഷൻസും ഒക്കെ വളരെയധികം നല്ല ലെവലിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് വീണ്ടും 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 വരാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം നമുക്ക് ജനിപ്പിക്കുന്നതിൽ കാരണമായിട്ട് തീരുന്നുണ്ടായിരിക്കും.